ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആത്മാക്കളുടെ ലോകമെന്ന് പറയുന്നത് അവ്യക്തതകളുടെ ലോകമാണ്. ആത്മാക്കളെ കുറിച്ചുള്ള അറിവുകൾ പരിമിതങ്ങളായതുകൊണ്ട് മനുഷ്യകുലത്തിൽ എല്ലാ കാലത്തിലും ആത്മാക്കളെക്കുറിച്ച് അറിയാനായിട്ടുള്ള ജിജ്ഞാസ മനുഷ്യകുലത്തിൽ എന്നും ഉണ്ടായിരുന്നു. പുരാതന കാലം മുതൽ ആത്മാക്കളെക്കുറിച്ചുള്ള അവബോധം മനുഷ്യനുണ്ടായിരുന്നു. നമ്മൾ ഈ ഗുഡ്നസ് ടിവിയിലൂടെയുള്ള ഈ ഒരു പ്രഭാഷണ പരമ്പരയിലൂടെ നമ്മൾ ഏതാനും ചില ആത്മാക്കളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കാനും ശ്രമിക്കുകയാണ്. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവാണ്. രണ്ടാമതായിട്ട് ദുരാത്മാക്കളെക്കുറിച്ചാണ്. മൂന്നാമതായിട്ട് പരേതാത്മാക്കൾ. ഈ മൂന്നാത്മാക്കളെക്കുറിച്ചുള്ള അറിവ് കാലഘട്ടങ്ങളിലൂടെ തിരുവചനത്തിന്റെ വെളിപ്പെടുത്തലിലൂടെയാണ് ദൈവജനത്തിനും തിരുസഭയ്ക്കുമൊക്കെ കൂടുതൽ വെളിച്ചം ലഭിച്ചത്. ആ വെളിച്ചം സഭാപിതാക്കന്മാരിലൂടെയും സഭാഭരണങ്ങളിലൂടെയും അതുപോലെ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയും ദൈവശാസ്ത്രത്തിന്റെ വളർച്ചകളിലൂടെയുമൊക്കെ അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ ഏതാണ്ട് നമ്മുടെ ദൈവവചനത്തിൽ നമുക്ക് ധാരാളമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദുഷ്ടാത്മാക്കളെ കുറിച്ച് നമ്മൾ ധാരാളം കാണുന്നുണ്ട്. പരേതാത്മാക്കൾ, മരിച്ചുപോയവരുടെ ആത്മാക്കളെ കുറിച്ച് അനേക പരാമർശങ്ങൾ ബൈബിളിലുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും പലയിടങ്ങളിലും തെറ്റിദ്ധാരണകൾ ഇതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പേരിൽ തന്നെ ഒത്തിരിയേറെ അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിക്കാനും ഇടയായി സഭയുടെ പൊതുധാരയിൽ നിന്ന് അനേകര് പോകാനായിട്ടിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ അന്ധവിശ്വാസപരമായിട്ടുള്ള ചില ധാരണകൾ ഈ മേഖലകളിൽ മരിച്ചവരെക്കുറിച്ച്, മരിച്ചുപോയവരുടെ ആത്മാക്കളെക്കുറിച്ച്, ദുഷ്ടാത്മാക്കളെക്കുറിച്ച്, പിശാചുക്കളെക്കുറിച്ചൊക്കെ ഉണ്ടായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പോലും ഉണ്ടാകുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള സഭയുടെ പഠനങ്ങളും സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായിട്ടുള്ള ധാരണകൾ വിശ്വാസികൾക്കുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്നാത്മാക്കളെക്കുറിച്ച് ഇനി വരുന്ന നാളുകളിൽ ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് അവസരം തരുന്നത്. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ ചില മേഖലകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. പരിശുദ്ധാത്മാവ് മറയ്ക്കപ്പെട്ട ഒരു ആത്മാവ് ദൈവമാണെന്ന് പറയുന്നുണ്ട്. ദൈവശാസ്ത്രജ്ഞന്മാർ തന്നെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞത് അതാണ്. നമുക്കറിയാം, ത്രിത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ ത്രിത്വത്തിലെ 3 പേരിൽ ഒരുപക്ഷെ മറയ്ക്കപ്പെട്ട് അധികമാർക്കും അധികകാലം അറിയാതെ പോയ പരിശുദ്ധാത്മാവാണ് അവിടെ മറയ്ക്കപ്പെട്ട ദൈവം. ഈ പരിശുദ്ധാത്മാവ് മറയ്ക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം ഏതാണ്ട് 2-ാം വത്തിക്കാൻ കൌൺസിൽ വരെ ഈ പരിശുദ്ധാത്മാവിന്റെ ചില പ്രവർത്തനങ്ങൾ നിർജീവമായിട്ടോ അല്ലെങ്കിൽ സഭയിൽ അത്ര സജീവമായിട്ടോ നമ്മൾ കാണാതെ പോയതുകൊണ്ട് സാധാരണ ജനത്തിന് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചോ ഇന്ന് നമ്മൾ പറയുന്ന അഭിഷേകത്തെക്കുറിച്ചോ പരിശുദ്ധാത്മാവുള്ള സ്നാനം, പരിശുദ്ധാത്മാവിനാൽ പൂരിതമാവുക എന്നൊക്കെ പറയുന്ന ഭാഷകൾ അവർക്ക് അപരിചിതമായി പോയി. എന്നാൽ അതേസമയം നമുക്കറിയാം, ആദിമസഭയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു അവബോധമായിരുന്നു ഈ ആത്മാവിലുള്ള നിറവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നൊക്കെ പറയുന്നത്.
ഒരു 3-4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ 5-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്ക് ഈ ആത്മാവിന്റെ സജീവമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം പലപ്പോഴും അല്പമൊക്കെ മങ്ങിത്തുടങ്ങി എന്ന് കരുതി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പിന്നീടില്ല എന്നല്ല. നമുക്കറിയാം, സഭയിൽ ഒരു അബദ്ധ സിദ്ധാന്തമാണ് സെസേഷനിസം എന്ന് പറയുന്നത്. വിരാമ സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയാം. അതിന്റെ അർത്ഥം അവർ പറയുന്നത്, ആ സിദ്ധാന്ത പ്രകാരം അബദ്ധ സിദ്ധാന്തമാണ്, തെറ്റായ പഠനമാണ്. അവർ പറയുന്നത് ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വരങ്ങളും ദാനങ്ങളും ഒക്കെ സഭയിൽ സമൃദ്ധമായിട്ട് വാരിവിതറിയ പരിശുദ്ധാത്മാവ് ആ അപ്പസ്തോലിക കാലഘട്ടത്തിന് ശേഷം അത് അതുപോലെ നിന്നുപോയി, അത് പിന്നീട് കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. ചില സഭാവിഭാഗങ്ങൾ അപ്രകാരം ചിന്തിക്കുകയാണ്. അവരുടെ വാദപ്രകാരം പിന്നീട് പരിശുദ്ധാത്മാവ് സജീവമായിട്ടില്ല, പിന്നീട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭയിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷെ തെറ്റാണ്. കാരണം 5-ാം നൂറ്റാണ്ടോടുകൂടി പരിശുദ്ധാത്മാവ് ആദിമസഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അത്ര ശക്തിയോടുകൂടിയുള്ള പ്രവർത്തനം ഒരുപക്ഷെ അല്പം നിന്നുപോയി എന്ന് ചില സഭാപിതാക്കന്മാർ തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. 4-5 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാർ ചിലരൊക്കെ അത് സൂചിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ 8-ഉം 10-ഉം 15-ഉം 20-ഉം നൂറ്റാണ്ടുകളിലും ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ പ്രവർത്തനങ്ങളുടെ അടയാളങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് വളരെ ആഹ്ലാദകരമായ ഒരു സംഭവമാണ്. വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശുശ്രൂഷകൾ, പരിശുദ്ധാത്മാവിന്റെ അനേക പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തിലും സഭയിൽ ഉണ്ടായിരുന്നു. ചില സമയത്ത് സഭയിൽ തന്നെ ചില തെറ്റായ ജീവിത രീതികളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഉണ്ടായതുകൊണ്ട് സഭ ചില തെറ്റായ വഴികളിലൂടെ പോയപ്പോൾ പോലും എവിടെയെങ്കിലുമൊക്കെ വിശുദ്ധരായ ആത്മാക്കളിലൂടെ അതുപോലെ തന്നെ വൈദികരിലൂടെ സഭയുടെ ഏതെങ്കിലുമൊക്കെ കോണിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്നതിന്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ ആണ് 2-ാം വത്തിക്കാൻ കൌൺസിലോടുകൂടെ തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനുള്ളൊരു തുറവി സഭയിലുണ്ടായത്. അങ്ങനെ പരിശുദ്ധാത്മാവിനു വേണ്ടി സഭാമാതാവ് വാതിലുകൾ തുറന്നുകൊടുത്തപ്പോഴേക്കും ഈ പരിശുദ്ധാത്മാവ് വീണ്ടും സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് പുതിയ 2-ാമത്തെ ഒരു പെന്തക്കോസ്തായ എന്നൊക്കെ പറയാം. ആദ്യ പെന്തക്കോസ്തായ്ക്ക് ശേഷം വീണ്ടും പെന്തക്കോസ്തായുടെ അനുഭവങ്ങൾ സജീവമായിട്ട് സ്വീകരിക്കാനായിട്ട് ആളുകൾ തുടങ്ങി. അങ്ങനെ അതിന്റെ നവീകരണത്തിന്റെയും പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെയും ഒക്കെ പുതിയ അലകൾ സഭയിലുടനീളം അത് അടിക്കാൻ തുടങ്ങി. അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല അനേക സ്ഥലങ്ങളിൽ ലോകമെമ്പാടും ഈ ആത്മാവിന്റെ അലയടികളും പ്രവർത്തനങ്ങളും സജീവമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. നമ്മൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് കാണാനായിട്ട് ശ്രമിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ബൈബിളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ആത്മാവിനെ കുറിച്ചുള്ള ശക്തമായ അവബോധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ പഴയ നിയമത്തിന്റെ ആരംഭം തന്നെ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആരംഭ വചനങ്ങൾ തന്നെ 2-ാമത്തെ വചനത്തിൽ തന്നെ നമ്മൾ കാണുന്നത് രൂപരഹിതവും ശൂന്യവുമായിരുന്ന ഭൂമിയിൽ ആത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനു മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭൂമിയെ ഉരുവാക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഈ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെയും ഈ ഭൂമിയുടെയും സൃഷ്ടികർമ്മത്തിൽ തന്നെ ഈ പരിശുദ്ധാത്മാവ് സജീവമായ ഒരു ഘടകമായിരുന്നു. ത്രിത്വത്തിലെ 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവ് അതിസജീവമായ ഒരു പ്രവർത്തനം സൃഷ്ടികർമ്മത്തിലും സൃഷ്ടിയുടെ നവീകരണത്തിലും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളായ എല്ലാ യൂതന്മാരുടെയും പ്രതിനിധിയായി ഏലീഹു, യോബിന്റെ പുസ്തകത്തിൽ ഏലീഹു പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. യോബിന്റെ പുസ്തകം 33-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. ദൈവ ചൈതന്യമാണ് എന്നെ സൃഷ്ടിച്ചത്. അപ്പം സൃഷ്ടിയിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നെന്നർത്ഥം. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു.
അപ്പോൾ മനുഷ്യകുലത്തിന് ജീവൻ തരാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ, നമ്മുടെ സൃഷ്ടിയിൽ ദൈവം തന്റെ ആത്മാവിലൂടെ ഇവിടെ ശക്തമായി പ്രവർത്തിച്ചു എന്ന് സൂചന. അപ്പോൾ സൃഷ്ടികർമ്മത്തിൽ ഉണ്ടായിരുന്ന ഈ പരിശുദ്ധാത്മാവ് ഭൂമുഖത്തെ മുഴുവനും നവീകരിക്കുന്നുവെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. ഭൂമുഖത്തെ മുഴുവൻ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് സങ്കീർത്തകൻ 104 സങ്കീർത്തനം 30 പറയുന്നത് അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു എന്നാണ്. അപ്പം ഭൂമുഖത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും ആ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയായവനും അതിനെ നവീകരിക്കുന്നവനുമാണ് പരിശുദ്ധാത്മാവ്. രണ്ടാമതായി ഒരു കാര്യം, പഴയ നിയമത്തിൽ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ നിറവ് സ്വീകരിക്കേണ്ടതുണ്ട്, പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കേണ്ടതുണ്ട് എന്ന സൂചനയും അവബോധവും പഴയ നിയമത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും, പുതിയ ജനനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന്റെയും ശക്തമായ അനുഭവം പഴയ നിയമത്തിൽ പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഈ അനുഭവത്തെക്കുറിച്ചാണ് യേശുവിന്റെ നിക്കോദേമോസിനുള്ള സംസാരത്തിൽ വ്യക്തമാകുന്നത്. നമുക്കറിയാം, ഒരു രാത്രിയിലാണ് നിക്കോദേമോസ് യേശുവിനെ കാണാൻ വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. അവിടെ അവൻ വന്ന് ഈശോയോട് സംശയങ്ങൾ ചോദിക്കുമ്പോഴേക്ക് ഈശോ ചോദിക്കുന്ന ചോദ്യം, നീ ഗുരുവല്ലേ, ഇസ്രായേലിന്റെ ഗുരുവല്ലേ, നിനക്കിത് അറിയേണ്ടതായിരുന്നു. കാരണം വീണ്ടും ജനിക്കണം, ആത്മാവിൽ വീണ്ടും ജനിക്കണമെന്ന് യേശുവിന്റെ പ്രബോധനം കേട്ടിട്ട് അന്താളിച്ചു നിൽക്കുന്ന ഈ നിക്കോദേമോസിനോട് ഈശോ ചോദിക്കുന്ന ചോദ്യം, നീ ഇസ്രായേലിന്റെ ഗുരുവല്ലേ, നീ ഇത് പണ്ടേ അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. അതിന്റെ അർത്ഥം, ഇസ്രായേലിലെ ഗുരുക്കന്മാർ തീർച്ചയായും അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ അനുഭവിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട ഒരനുഭവം തന്നെയാണ് ഈ ആത്മാവിലുള്ള വീണ്ടും ജനനം എന്നർത്ഥം. അപ്പോൾ പക്ഷെ അതേസമയം പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം ഒരു നല്ലൊരു രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യഹൂദൻ നേടിയെടുക്കേണ്ട ഒന്നാണ് എന്നുള്ള അവബോധം പഴയ നിയമത്തിലുടനീളമുണ്ടായിരുന്നു. ആബേലും അതുപോലെ അബ്രാഹവും മോശയും കാലേബും റൂത്തും റാഹാബുമെല്ലാം ഈ പരിശുദ്ധാത്മാവിൽ ഉള്ള വീണ്ടും ജനനത്തെ സ്വീകരിച്ച വ്യക്തികളാണ്. അപ്പൊ പഴയ നിയമത്തിൽ ഇവരൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകവും പഴയ നിയമത്തിൽ തന്നെ സ്വീകരിച്ച വ്യക്തികളായിട്ട് വേണം ഇവരെ നമുക്ക് കാണാൻ സാധിക്കുക. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അരൂപി കാലബിൽ നിറഞ്ഞിരുന്നുവെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഒരു 100 പേരുടെ ഒരു സമൂഹം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പോലും, ഒരു ദേവാലയത്തിൽ ഒന്നിച്ചുകൂടിയ 100 പേരാണെങ്കിലും അവരെ നയിക്കുന്ന ശക്തി, ആത്മാവ് പലതാകാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ തന്നെയും ഒരു ചിലരെ നയിക്കുന്നത് ജഡത്തിന്റെ ആത്മാവായിരിക്കാം, വേറൊരു വ്യക്തിയെ നയിക്കുന്നത് പൈശാചിക ശക്തിയായിരിക്കാം, പൈശാചികമായ അരൂപിയാകാം, പലരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാകാം, അല്ലെങ്കിൽ സ്വന്തം മനുഷ്യാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്നവരുണ്ടാകാം. അപ്പം പലവിധത്തിലുള്ള ആത്മാക്കളുടെ സ്വാധീനത്തിൽ കഴിയുന്നവരാണ് മനുഷ്യകുലം. എന്നാൽ കാലേബിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ വ്യത്യസ്തമായ ഒരാത്മാവിനാൽ നയിക്കപ്പെട്ടവനായിരുന്നു എന്നാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മളത് കാണുന്നുമുണ്ട്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 24-ാമത്തെ വചനം, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. കാനാൻ ദേശം കാണുന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്ന വാക്കുകളാണ്. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും, അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്, അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പൊ പഴയ നിയമത്തിൽ ദൈവത്തെ പൂർണ്ണമായി അനുഗമിക്കാൻ സഹായിക്കുന്ന ഒരു വ്യത്യസ്തമായ ചൈതന്യം, അതാണ് പരിശുദ്ധാത്മാവ്, കാലേബിനെ നയിച്ച പരിശുദ്ധാത്മാവ്. ഇന്ന് ലോക സിദ്ധാന്തങ്ങളെയും ലോകത്തിന്റെ പഠനങ്ങളെയും ഈ ലോകത്തിലെ പല വിധത്തിലുള്ള തെറ്റായ പഠനങ്ങളെയും ഒക്കെ അനുധാവനം ചെയ്യുന്ന ഒത്തിരിയേറെ വിശ്വാസികളുണ്ട്. പക്ഷെ ദൈവത്തെ അനുഗമിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരഭിഷേകം ആണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. അതിന് നമ്മെ സഹായിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. കാലേബിനെ നയിച്ച പരിശുദ്ധാത്മാവ് നമ്മളെയും നയിക്കേണ്ടതുണ്ട്. കാലേബിനെ പോലെ പഴയ നിയമത്തിൽ ആത്മാവിനാൽ നിറഞ്ഞൊരു വ്യക്തി,
പരിശുദ്ധാത്മാവ് ആവസിച്ച ഒരു വ്യക്തിയായി പ്രത്യേകമായി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ജോഷുവ. ജോഷുവയെ കുറിച്ച് പറയുന്നത് അവനെ മോശയുടെ പിൻഗാമിയായി വിളിക്കുമ്പോൾ തന്നെ കർത്താവ് പറയുന്ന ഇതാണ്, അവനെ വിളിക്കുക, കാരണം അവനിൽ ആത്മാവ് കുടികൊള്ളുന്നു. നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, സംഖ്യയുടെ പുസ്തകം 27 അധ്യായം 18 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് മോശയോട് അരുളി ചെയ്തു, നൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈവയ്ക്കുക. സംഖ്യയുടെ പുസ്തകം 27:18. നൂനിന്റെ മകൻ ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവ, അവനെ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈവയ്ക്കുക. നിന്റെ പിൻഗാമിയായി പ്രവാചകനായി ജോഷുവയെ അവരോധിക്കുക. ഇതാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവജനത്തെ നയിക്കാൻ വേണ്ടിയുള്ള നായകനായി ജോഷുവയെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഒരു പ്രത്യേക മാനദണ്ഡമായി കർത്താവ് തന്നെ മോശയോട് പറയുന്നത് ആത്മാവ് അവനിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെയും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവത്തെ അനുഗമിക്കാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും പലരും വചനം കേട്ടും ധ്യാനം കൂടിയും വചനം പഠിച്ചും നല്ലത് കേട്ടുമൊക്കെ ദൈവത്തെ അനുഗമിക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആത്മാവ് കുടികൊള്ളാനായിട്ട് നമ്മൾ അനുവദിക്കണം. പരിശുദ്ധാത്മാവ് നമുക്കുള്ളിൽ കുടികൊള്ളാൻ നമ്മൾ അനുവദിച്ചാൽ ഈ ആത്മാവ് ദൈവത്തെ അനുഗമിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ്. വ്യത്യസ്തമായ ഒരാത്മാവാണത്. ലോകത്തിന്റെ അരൂപിയേക്കാൾ, ദുഷ്ടശക്തികളെക്കാൾ, ദുഷ്ടാത്മാക്കളെക്കാൾ ഒക്കെ വ്യത്യസ്തമായ അരൂപി നമ്മളെ നന്മയിലേക്ക്, വിശുദ്ധിയിലേക്ക്, ദൈവത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ കുടികൊള്ളുമ്പോഴാണ് നമുക്ക് ദൈവത്തെ അനുഗമിക്കാൻ സാധിക്കുക, യേശുവിനെ സ്നേഹിക്കാൻ സാധിക്കുക, യേശുവിന്റെ വഴികളിലൂടെ നടക്കാൻ സാധിക്കുക. പഴയ നിയമത്തിലെ മൂന്നാമത്തെ ഒരു അവബോധത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണാം. അതിതാണ്, നിരന്തരം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നുവെന്ന അവബോധം പഴയ നിയമത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിരന്തരവും എല്ലായിടത്തിലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്ന ശക്തമായ അവബോധം പഴയ നിയമ ജനതയ്ക്കുണ്ടായിരുന്നു. നമ്മൾ വായിക്കുന്ന ഒരു വചനഭാഗം നമുക്ക് കാണാം. അത് സങ്കീർത്തനം 139 7 മുതലുള്ള വചനങ്ങളാണ്. മലയാളം ബൈബിളിൽ ഇങ്ങനെയാണ്, POC ബൈബിളിൽ നമ്മൾ ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്നു വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും, അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും. മലയാളം ബൈബിളിൽ ഞാൻ പ്രത്യേകം പറഞ്ഞതിന്റെ കാരണം, മലയാളം ബൈബിൾ പറയുന്നത് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അനേക ഇംഗ്ലീഷ് ബൈബിൾ തർജ്ജമകളിലെല്ലാം വാക്ക് വേറെയാണ്. ഉദാഹരണത്തിന് NRSV, ന്യൂ റിവൈസ്ഡ് വെർഷനിലും ന്യൂ ഇന്റർനാഷണൽ വെർഷൻ NIV, അതുപോലെ തന്നെ KJV, ഇങ്ങനെയുള്ള കിങ് ജെയിംസ് വെർഷൻ, അങ്ങനെയുള്ള ബൈബിളിലെല്ലാം നമ്മൾ കാണുന്ന വാക്ക് ഇതിന് പകരം കാണുന്നത് എന്താണെന്നറിയാമോ? വേർ ക്യാൻ ഐ ഗോ ഫ്രം യുവർ സ്പിരിറ്റ് എന്നാണ്. അങ്ങയുടെ ആത്മാവിൽ നിന്ന് ഞാൻ എവിടെ പോകും എന്നാണ്. അതായത് പരിശുദ്ധാത്മാവ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഞാൻ എവിടെ പോകും? ആത്മാവ് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് തന്നെ. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിന്ന് ഒളിഞ്ഞു പോകാനായിട്ട് പറ്റില്ല. ആകാശത്തിലേക്കോ ആഴത്തിലേക്കോ സമുദ്രത്തിലേക്കോ ഭൂമിയുടെ ആഴങ്ങളിലേക്കോ എവിടെ പോയി ഒളിച്ചാലും അവിടെയെല്ലാം ആത്മാവ് കുടികൊള്ളുന്നു എന്നുള്ള അവബോധമാണ്. എത്രയോ ആവേശകരമായൊരു അനുഭവമാണത്. നമ്മളെയൊക്കെ ആവേശം കൊള്ളിക്കേണ്ടതുമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കാറില്ലേ, വേദനയിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിലൂടെ പോകുമ്പോൾ, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അവിടെയൊക്കെ പോകുമ്പോൾ ആത്മാവുണ്ടോ അല്ലെങ്കിൽ ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്നവർക്കുള്ള ഉത്തരം കൂടിയാണിത്. വേർ ക്യാൻ ഐ ഗോ ഫ്രം യുവർ സ്പിരിറ്റ്? അങ്ങയുടെ ആത്മാവിൽ നിന്ന് ഞാൻ എവിടെ പോകും? എവിടെ ഒളിച്ചാലും അവിടെ എല്ലാം അവിടുത്തെ ആത്മാവുണ്ടെന്നുള്ള അവബോധമാണ്. ഈ ഒരു അവബോധം
പ്രിയപ്പെട്ടവർ, നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ജീവിതത്തിലും നിരന്തരം സൂക്ഷിക്കേണ്ടതാണെന്ന് തോന്നുകയാണ്. പലപ്പോഴും മനുഷ്യനെ ഭയം, അതുപോലെ തന്നെ ആകുലതകള് ഒക്കെ പിടികൂടുന്ന അനുഭവങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ വ്യഗ്രതപ്പെടുന്നവരാണ്. നമ്മൾ ഓർക്കുക, നിന്റെ കാണാതായ ഒരു വസ്തു ഉണ്ടെന്ന് കരുതുക, കാണാതെ പോയ ഒരു വ്യക്തി അല്ലെങ്കിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടായി. അവിടെയൊക്കെ നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ ആത്മാവ് അവിടെയെല്ലാം ഉണ്ട്. ഒരു സഹോദരിയുടെ കുട്ടി, അവളുടെ കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് സാധാരണ വരുന്നത് 4 മണിക്ക് തിരിച്ചു വരേണ്ടതായിരുന്നു. ഒരു ദിവസം ആ കുഞ്ഞ് വരാൻ താമസിച്ചു. വരാനായിട്ട് താമസിച്ചു കഴിഞ്ഞപ്പോഴേക്ക് 4 മണിക്ക് വരേണ്ട കുഞ്ഞ് 4:30 ആയിട്ടും എത്തിയില്ല. ബസ്, അവളെയും കൊണ്ട് വരുന്ന ബസ് പോയി. ആ ബസ്സിൽ കുഞ്ഞില്ലായിരുന്നു. 4:30 ആയി. 5 മണിയായപ്പോഴേക്ക് ഈ അമ്മ ആകുലപ്പെടുകയാണ്. ഈ കുഞ്ഞ് എവിടെയാണോ? വലിയ ആകുലത, ഉത്കണ്ഠയായി. പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ച് വലിയ വായിൽ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞതാണ്, ഈ സഹോദരിയോട് പറഞ്ഞതാണ്, സങ്കീർത്തനത്തിലെ ഈ ഭാഗം, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ ഒളിക്കും എന്നുള്ള വചനം, ഈ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ആ കുഞ്ഞ് എവിടെയുണ്ടോ അവിടെ ഈ ദൈവത്തിന്റെ ആത്മാവ് ഈ കുഞ്ഞിനെ സംരക്ഷിച്ചോളും. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഈ ഭൂതലം മുഴുവനും, ഭൂമുഖം മുഴുവനും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ഇടവുമില്ലാത്തതുകൊണ്ട് നീ ഇരുൾ നിറഞ്ഞ താഴ്വരയിലൂടെ പോകുമ്പോഴും ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് സങ്കീർത്തകൻ പറയാനുള്ള കാരണം അത് തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കാൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനവും അവന്റെ സാന്നിധ്യവും തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകണം, നമ്മുടെ ഹൃദയത്തിന് തുറവിയുണ്ടാകണം. ഈ ആത്മാവിനെ കുറിച്ചുള്ള അവബോധം നമ്മളിൽ നിരന്തരം ഉണ്ടാകണം. ഈ ആത്മാവ്, നാം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്നെ ക്രൂശിക്കുന്നവര്, നിന്നെ കുറ്റപ്പെടുത്തുന്നവരിൽ പോലും നീ കാണാൻ പഠിച്ചാൽ, നിന്നെ ഇരുട്ടിന്റെ അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോഴും ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ കണ്ടെത്താൻ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം എത്രയോ ആഹ്ലാദകരമായി തീരും. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പഴയ നിയമത്തിലെ നായകന്മാരും വിശുദ്ധാത്മാക്കളും അനുഭവിച്ചതുപോലെ ഈ പ്രപഞ്ചത്തിലും പ്രപഞ്ച സൃഷ്ടിയിലും മാത്രമല്ല, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും, ഞങ്ങൾ പോകുന്ന ഇടങ്ങളില്, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, ഞങ്ങൾ വസിക്കുന്ന ഭവനത്തിൽ, ഞങ്ങൾ നോക്കുന്ന ഇടങ്ങളിൽ എല്ലാറ്റിലും ആത്മാവിനെ ദർശിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ദർശിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗമാകി നിറഞ്ഞൊരു നാദം, പൊഴിയിൽ ജീവൻ പകർന്നൊരു നാദം, ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം, അന്നമായി മന്ന ഒഴിച്ചൊരു നാദം, മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം, ഹൃദയോദ്ദീപകം, ജീവദാ